സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം. ആദ്യം ലുക്ക്. ലുക്ക് സെറ്റായാൽ പകുതി സെറ്റായി. സുരേഷ് വാ. എന്റെ ലുക്ക് ഓക്കെ അല്ലേ? മുണ്ടഴിച്ചേ. അഴിച്ചോ. അയ്യേ എന്താ ഇതിവിടെ പറ്റില്ല. കാക്കി പോയിരുന്നോ? ഞാൻ ഡെമോ കാണിച്ചു തരാം. എന്നെ ശ്രദ്ധിക്കൂ. കണ്ട UDP-ക്കാരെല്ലാവരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത്. ഓ, നമ്മുടെ പാട്ടിൽ അങ്ങനെയല്ല. കര കൃത്യം നടുക്ക് വരണം. ശരിയാവോ? ശീലമായിക്കോളും. നീങ്ങ വന്നേ. പാർട്ടിയിലെ അണികളെ പോലെ അനുസരണയോടെ വരിവരിയായി നിർത്തണം മുടിയിഴകളെ. ഇപ്പോഴും വരുന്ന കണ്ടോ? അപ്പൊ ശരിക്കും കോമറേഡ് മിന്നലാവും. അയ്യോ, എനിക്കും KP-ക്കൊക്കെ ഒരു ചങ്കുള്ളൂ. അത് കുഴപ്പമാവോ? പറയാം. അത് ശരിയല്ലോ. കുഴപ്പമാവോ? രാധൻ അവിടെ പോയിരിക്കും. നിലപാടിൽ അടിയുറച്ച്, പതറാതെ കുതറാതെ കരളുറച്ച് നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും. ഷർട്ട് ഫുൾ കൈ ആണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കണം കൈയുടെ മടക്ക്. ബീഡിയോ തീപ്പെട്ടിയോ തുളസിയോ ശംഭുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ. സഖാവ് സാർ എന്താണ് ഫ്രീക്കനായിട്ട് എടുക്കുന്നത്? താത്വികാചാര്യന്മാർക്ക് എന്തുമാവാമല്ലോ. എഴുതിക്കോ. കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർധനയ്ക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം. അത് UDP-യുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ്. അതാണ് അല്ലേ? മറ്റൊരു സുദിനം കൂടിയാണിന്ന്. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി 2,25,301 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. എവിടെ ചെയ്യാത്ത മുമ്പെങ്ങന്നേ എല്ലാരും ചെയ്തു. നിക്ക് അഴകുമിഴി യോജനപ്പെടുത്തിയേ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി? വെച്ചു എല്ലാരും വെച്ചു. അപ്പോ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ. എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട്. അതെ, ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നൊക്കെ കൊള്ളാം. 3 മണിയാകുമ്പോ സന്ധ്യ എന്ന് പറഞ്ഞ് പോയി കളയരുത്. അല്ലെങ്കിലേ തൊഴിലുറപ്പെന്നാണ് പഞ്ചായത്തിൽ പരാതി. ഈ ചിരിയുടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ. ഇതെന്താ വഴിതടയൽ സമരോ? ഹരിറാവ് ചൗധരിയെ മണിയടിച്ചെന്റെ സീറ്റ് കളഞ്ഞതിനുള്ള പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. താൻ പാർട്ടിക്ക് കൊള്ളാത്തവരാണെന്ന് പാർട്ടിക്ക് തോന്നിയത് എന്റെ കുറ്റമാണോ? നിന്റെ അമ്മയെ ഇല്ലാതാക്കിയത് ഞാനാണെന്ന് എന്റെ പഴങ്കഥയുണ്ടല്ലോ, അതിന് പകരം വീട്ടിയതാണെന്ന് എനിക്കറിയാം. പക നിനക്ക് മാത്രമല്ല എനിക്കുണ്ട്. മറുപടി കിട്ടും, സൂക്ഷിച്ചോ. വാടോ. വിളയണ്ട. ക്രഷറിൽ പാറ മാത്രല്ല എല്ലും പൊടിക്കും. മണൽ കടത്തി ഉണ്ടാക്കുന്ന കാശിന്റെ വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. എന്താടാ അനി കേറ്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ചെവി നുള്ളിക്കോ, നിന്റെ നാശം തുടങ്ങി. നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു. എനി ഡൗട്ട്സ്? രാഷ്ട്രീയക്കാരന്റെ പ്രാണവായുവാണ് പ്രസംഗം. ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം. തള്ളില് KP സൂപ്പറാ. ആണോ? എന്നാ ഒരു പെട്രോൾ വില വർധനയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ്. എന്തിനെ കുറിച്ചാണ്? പെട്രോൾ. ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധനയെ കുറിച്ചാണ്.
പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പെട്രോളിന് വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താണത്? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന് വില കൂടുകയില്ലേ? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്തെ പെട്രോളിന് വില കൂടുകയില്ലേ? ഇതെന്താണിത്? ഇതിങ്ങനെയാണോ ഇത്? പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? എന്താടാ ഇത്? എന്ത് പെട്രോളാണിത്? എന്തോ അതെ, നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് അതിൻ്റെതായൊരു ശൈലിയുണ്ട്. എന്താ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കൂ, ഇരിക്കൂ. സോറി സഖാവേ, താങ്ക് യു. സഹകളെ, അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $63. നമ്മുടെ രാജ്യത്ത് നോക്കൂ, ഇവിടെ ലിറ്ററിന് വില 91 രൂപ 50 പൈസ. എണ്ണ കമ്പനികളുടെ കുത്തകയ്ക്ക് കൊടിപിടിക്കുകയാണ് കേന്ദ്രം. അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ്. GDP വെറും 2%. ഭൂശ്വാസികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. പെട്ടെന്ന് ഒഴുകി. ഓ, അല്ല സഖാവേ, ഈ ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ എവിടെ നിന്ന് കിട്ടും? എവിടുന്ന് കിട്ടാൻ? വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ. റേഷൻ, കേന്ദ്ര സഹായം, GDP, ADGP എല്ലാം എങ്ങനെ തന്നെ. ഇതൊക്കെ വായി വന്നില്ലെങ്കിലോ? ആ, പതറരുത്. അതെ, അതിനുള്ള ക്യാപ്സൂള് പാർട്ടി തരുന്നതാണ്. ന്യായീകരിച്ചോ? ഏറ്റു ഏറ്റു. അടുത്ത പോയിന്റിലേക്ക് വരാം. കാലോചിതമായ തിരുത്തൽ നമ്മുടെ വൊക്കാബുലറിയും വന്നു ചേർന്നിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, വിത്തം, കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേര് ട്രോളും. പകരം ഫാസിസം, ഭരണഘടന, അസഹിഷ്ണുത, ആർത്തവം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഹാഷ്ടാഗ് എന്നൊക്കെ മതി. വന്നട്ടെ കേട്ടോ ചേട്ടാ, കൂൾ ഡ്രിങ്ക്സ്. ഹാപ്പി മാരേജ്. ചേച്ചി നീ എന്നോട് ഗിഫ്റ്റ് കൊടുത്തേ. ആഹാ, കൊള്ളാലോ. കല്യാണം ഇഷ്ടായോ? നല്ല. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി. സുരേഷ് വിളിച്ചായിരുന്നു ചേച്ചി? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ എടുക്കുന്നില്ല. റബ്ബർ കൃഷി വല്ലതും തുടങ്ങിയോ? ഏയ്, നിങ്ങളെ സുരേഷിനെ എങ്ങോട്ടാ മാറ്റിയേ? സോറി, അത് പറയാൻ പറ്റില്ല, പാർട്ടി രഹസ്യ. റബ്ബറിന്റെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. എത്ര ദിവസമായി മടുത്ത്. ഈ പഠിത്തവും എഴുത്തവും ശരിയാവത്തില്ല. ഒന്നും ചെയ്യണ്ടാത്ത നമ്മുടെ പാർട്ടി എന്തൊരു സ്വർഗം. സ്വർഗം. KP, ഇത് നമ്മുടെ ലാസ്റ്റ് ഹോപ്പാ. കോപ്പാണ് ഈ ക്ലാസ്സും പരീക്ഷയും ഇമ്പോസിഷനും. ഞാൻ ഉസ്മാൻക്കടുത്ത് പറഞ്ഞ് വിസോപ്പിച്ച് ഗൾഫിൽ പോവാ. അവിടെ ചെന്ന് മരുഭൂമി കളിച്ചാൽ പോലും ഇതിനും മനസ്സമാധാനം കിട്ടും. മെമ്പറായാലും ഫണ്ട് പിരിക്കാൻ ഗൾഫിൽ പോവാലോ. കൊള്ളാം. സോറി. കണ്ണ് തെറ്റിയതും നല്ല ഘോര മദ്യപാനത്തിനാണുള്ള സഹാക്കൾ. മ്ലേച്ഛം. ഇച്ചിരി പേടിക്കണ്ട, പാർട്ടി എതിരല്ല. ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം. സത്യം. സർക്കാരിന്റെ ഊർജവും. അതേ നീ. ആ, എന്നാ എനിക്കൊഴുക്കി ഒരു 50. ആ, കുപ്പിവെള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ്. ഇന്നു മുതൽ ഞാനും ടച്ചിങ്സ്. ലാൽ സലാം. അല്ല, ടച്ച്. എന്തടിയാണല്ലേ? അതാ LDPയുടെ ജില്ലാ സെക്രട്ടറി മേനാശ്ശേരി മനോഹരൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ അജണ്ട പറ. ആദ്യം ഇതിനകത്തൊന്നും ഇറങ്ങട്ടെ. സഖാവേ, UDP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് കുറെ ദിവസമായി. നിങ്ങളുടെ പ്രഖ്യാപനം എന്നും ഉണ്ടാകുമോ? UDPയിൽ സീറ്റ് നിർണയമല്ലല്ലോ, വീതം വെപ്പല്ലേ നടക്കുന്നത്. പാർട്ടിയിലേക്ക് പുതുതായി ചേർന്നിട്ടുള്ള KP സുരേഷിന് നിങ്ങൾ സീറ്റ് കൊടുക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കീഴ്വഴക്കം. അപ്പോൾ 14 നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഖാവ് ബിജോയിയാണ്.
വിയോജിപ്പുണ്ട് സഖാവേ. ബാർ മുതലാളിയെ ഇത്തരം ബൂർഷകൾക്കൊപ്പം അല്ല പാർട്ടി നിൽക്കുന്നത്. കുലംകുത്തികളുടെയും നികൃഷ്ടജീവികളുടെയും ഭാഷയിൽ സഖാവ് സംസാരിക്കരുത്. പാർട്ടി കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മധുരം എന്നൊക്കെ പറഞ്ഞ് കാലി ബക്കറ്റ് വാട്ടിയാട്ടി ചെല്ലുമ്പോൾ അതിനകത്ത് ലക്ഷങ്ങളിട്ട് നിറച്ചു വിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങേറ്റക്കാരല്ല, ഇതുപോലുള്ള ബിജോയ്മാരാ. അത് ഓർമ്മ വേണം. സഖാവേ, ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ച് സഹാവ് എന്നെ പഠിപ്പിക്കണ്ട. എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട. വിപ്ലവത്തിലാണ് വിശ്വസിക്കുന്നത്. 14 ബിജോയ് തന്നെ മത്സരിക്കും. ഹലോ, ഏത് ചാനല്? ആ ശരി ശരി, സഖാവ ചാനലെന്ന് വിളിച്ചേ. ഏത് കളരിയാ? നമ്മുടെ അല്ല, മറ്റവന്മാരുടെ വെച്ചേ. ബ്രേക്കിംഗ് ന്യൂസ്. പുറത്ത് കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം. സ്ത്രീത്വം തുലാസിൽ. തുടങ്ങിയപ്പോഴേ ചങ്ങനപ്പഴിയാണല്ലോ നക്ഷത്രം എന്തോ. ഞാൻ പറഞ്ഞതേ കടക്ക് പുറത്തുനിന്നാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്നെ വളച്ചൊടിച്ച് കിടക്ക് പുറത്തുനിന്നാക്കി. ഇതിപ്പോ എല്ലാം എന്റെ പുറത്തായി. അല്ല, സഖാവിന് അങ്ങനെയുള്ള യാതൊരു കഴിവില്ല, പാർട്ടിക്ക് അറിയാമല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ച മീനാശ്ശേരി മനോഹരൻ മാപ്പ് പറയുക. LDP ജില്ലാ സെക്രട്ടറി രാജിവെക്കുക. UDP സിന്ദാബാദ്. ജില്ലാ സെക്രട്ടറി മീനാശ്ശേരി മനോഹരൻ രാജിവെക്കുക. LDP മുർദാബാദ്. മീനാശ്ശേരി മനോഹരനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക. മീനാശ്ശേരി മനോഹരനെ അറസ്റ്റ് ചെയ്യുക. LDP ഇമാതിരി കോലം കെട്ടിലുകൊണ്ട് പാർട്ടിയെ പേടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല. നിറത്തോക്കിന് മുമ്പിൽ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഈ കോലം. നമ്മളായിട്ട് അലമ്പുണ്ടാക്കണ്ട. UDP സിന്ദാബാദ്. മീനാശ്ശേരി മനോഹരനെ അറസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ചേച്ചി നോക്കണേ. പൊങ്ങട്ടെ. പോട്ടെ. പൊങ്ങട്ടെന്നേ. കുറച്ചുകൂടെ. കബീറെ ഒന്ന് ടേൺ ചെയ്തേ. ഇടത്തോട്ട്. എന്റെ KP എന്തൊരു എൻട്രി ആയിരുന്നു KP. നരസിംഹത്തിലെ ലാലേട്ടന്റെ എൻട്രി പോലെ എന്റെ ദേഹമൊക്കെ അങ്ങോട്ട് കോരി തരിച്ചു പോയെന്നേ. ഒന്ന് പോ ചേച്ചി. പക്ഷെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ടാൻ ആയല്ലോ ഫേസ് ഒക്കെ. പുതിയ പാർട്ടിക്ക് മേക്കപ്പ് വേണ്ട, ഫുൾ റോലുക്ക. എന്നാലും പാർട്ടി വിട്ടപ്പോ എന്നെ കൂടെ വിളിക്കായിരുന്നു. വിളിച്ചിരുന്ന ഞാനും വന്നേനെ. അത് പിന്നെ നിക്കക്കല്ലിടപ്പോ ഒന്നും നോക്കിയില്ല, അങ്ങ് പോയി. KP ഇനി ഏത് പാർട്ടി ആയാലും എൻ്റെ വീടിൻ്റെ ഗേറ്റ് ഞാൻ KPക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. ജർമ്മൻ ഷെപ്പേർഡിനെ പൂട്ടിയിരിക്കും. വരില്ലേ KP? ജർമ്മനി, ഹിറ്റ്ലർ, മാധവൻകുട്ടി, ഫാസിസം, അയ്യോ അതൊന്നും ഈ പാർട്ടിക്ക് പറ്റില്ല ചേച്ചി. എൻ്റെ ഹൃദയം ഇന്ത്യക്ക് വേണ്ടിയല്ല, KPക്ക് വേണ്ടിയാ തുടിക്കുന്നത്. അച്ഛാ ആ ഫ്ലോ കളഞ്ഞ്. അച്ഛാ, നിങ്ങളുടെ പാർട്ടിക്കാർ എന്ന് നന്നാവും. ഏതോ ചാലുകാർ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഈ കോലൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ നാണമില്ലാത്ത ചിലരുണ്ട് ഇവിടെ. ക്യൂബയിലെ രഹസ്യതാമസം കൊണ്ട് ഒരു ഗുണമുണ്ടായി. നല്ലൊരു ന്യായീകരണ തൊഴിലാളിയെ വാർത്തെടുത്തു. എന്താ ഫിനിഷിങ്. ഉളുപ്പ് വേണം, ഉളുപ്പ്. ഉളുപ്പ് ദേ മേശപ്പുറത്തുണ്ട്. ഇത്തിരി കൂടുതൽ ഇട്ടോ, കുറച്ച് നന്ദി ഉണ്ടാവട്ടെ. നിർത്ത്. എടാ സുരേഷ്, നിനക്ക് സീറ്റ് കിട്ടുമോ? സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. അല്ലാണ്ട് ഇവിടെയുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല LDPയിലുള്ളത്. അവിടെ പാർട്ടിക്കാണ് പ്രാധാന്യം, വ്യക്തികൾക്കല്ല. അപ്പൊ നിനക്ക് അവിടെ സീറ്റ് കിട്ടത്തില്ലേ? എന്ന് ആര് പറഞ്ഞു? ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ 5ാം വാർഡിൽ തന്നെ. UDP സ്ഥാനാർത്ഥി KP സുനന്ദ. ഞാൻ മത്സരിക്കുന്ന അറിഞ്ഞ് നമ്മുടെ തെങ്ങോടി മറ്റേ പത്തോടി. ദൈവം എന്തൊക്കെ കാണും ദൈവമേ. അയ്യോ ദൈവം നിന്റെ കൂടെ ആ നീനാക്കോശി LDPയിലേക്ക് വരുന്നത് കേട്ടല്ല, ശരിയാണോ? പണി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കണം. ഇതും കണ്ടുപോരുത്. അതല്ല, ഇത് ജയായിരിക്കുന്ന സാധനം കൂടെ. അച്ഛാ ചെങ്കുടി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ പപ്പടം എടുത്തേ. പാർട്ടിക്ക് പപ്പടം കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല. അവസാനം പപ്പടത്തിന്റെ അവസ്ഥ ആവരുത്.
അങ്ങനെ ഇത് ചുമന്നുകൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ. ആ ശശിയേ ഇരിക്കും താടെ പപ്സ് കഴിക്കും. എനിക്ക് പപ്സ് വേണ്ട. ആ പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ എന്തായി ഭംഗിയായിട്ട് പ്രചരണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ പാർട്ടി പിന്നിലാണ്. ഫ്ലെക്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 14-ാം വാർഡിൽ ആരാ മത്സരിക്കുന്നത്? എന്താ സംശയം? സഖാവ് ബിജോയ്. ആ വാർഡ് ഞാൻ ചോദിച്ചല്ലേ. അത് കലക്കി. ചോദിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് എല്ലാം കൊടുക്കാൻ ഇതെന്താ ക്ഷേമ പെൻഷനാണോ? സഖാവേ, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ നിലയ്ക്ക് പാർട്ടി ആരെ നിർത്തുന്നു അവരുടെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ബിജോയെ പോലുള്ളവരെ തോപ്പിച്ചാലേ നമ്മുടെ പാർട്ടി ഒരു പാഠം പഠിക്കൂ. ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. നിങ്ങളോട് ഇതിന് കാലം ചോദിക്കും സഖാവേ. പോട്ടെ. ലാൽ സലാം. ശശി സഖാവേ, സഖാവേ അവൻ പോണെങ്കിൽ പോട്ടെന്ന്. നമ്മൾ ബംഗാളി വെച്ച് ഫ്ലക്സ് കെട്ടിക്കും. അതാകുമ്പോൾ ഇതുപോലെ ഒന്ന് സീറ്റ് ചോദിക്കുകയല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അമ്മാരാകുമ്പോൾ കൂലി ചോദിക്കും. വഴിയുണ്ട്.